നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. NRST സ്കൂൾ ഓഫ് വിസ്ഡം എന്ന ചാനലിൽ ഒന്ന് സിദ്ധികൾ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഗുപ്തവിദ്യ എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടാം ഭാഗമാണ്. ഇത് പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് പറഞ്ഞ് HP ബ്ലവസ്കിയുടെ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ബുക്കിൽ നിന്നാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 പേജാണ് ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞിരുന്നത്. അവിടെ തൊട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. From the gurus of the East who teach openly or secretly down to the few Kabbalists in the Western lands who undertake to teach the rudiments of the sacred science to their disciples. Those Western Theophans being often themselves ignorant of the danger they incur, and all those teachers are subject to same inviolable laws. ഈ ഒരു ഗുപ്തവിദ്യ കരസ്ഥമാക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആണെങ്കിലും അതിൽ പലപ്പോഴും ഹിഡൻ ഡേഞ്ചേഴ്സ് ഉണ്ട്. അത് പലപ്പോഴും അത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഇതിൽ കടക്കുന്നത്. ഫ്രം ദ മൊമെൻറ്റ് ദേ ബിഗിൻ റിയലി ടു ടീച്ച്, ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ദേ കൺഫർ എനി പവർ. ഈ അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പലപ്പോഴും അവർക്ക് ഈ പവർ കിട്ടുമ്പോൾ അവർ പഠിപ്പിക്കുന്നു. വെദർ സൈക്കിക്, മെൻ്റൽ ഓർ ഫിസിക്കൽ. അപ്പോൾ ഈ പവേഴ്സ് 3 ലെവലിലായിട്ടാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സൈക്കിക് ലെവലിൽ, പിന്നെ മെൻ്റൽ ഓർ ഫിസിക്കൽ. ഓൺ ദർ പീപ്പിൾസ് they take upon themselves all the sins of that people. ഒരു മാസ്റ്റർ ഒരു സ്റ്റുഡൻറ്റിലേക്ക് ഇത് ചെയ്യുമ്പം ആ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ സെൻസും മാസ്റ്റർ അക്യൂർ ചെയ്യണം. ഇൻ കണക്ഷൻ വിത്ത് ദി ഒക്കൾട്ട് സയൻസസ്, വെദർ ഓഫ് ഒമിഷൻ ഓർ കമ്മീഷൻ, until the moment when initiation makes the people a master and responsible in his turn. ഒരു ഇനിസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ മേക്സ് ദ പീപ്പിൾ എ മാസ്റ്റർ. ആ ഒരു പീപ്പിൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റ് തന്നെ മാസ്റ്റർ ആവുകയാണ്. അപ്പം ഇനിസിയേഷൻ എന്ന് പറയുന്ന ഈ വാക്ക് പലതിനകത്തും ഹീലിംഗ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ, പ്രാണിക് ഹീലിങ്ങോ റീക്കിയോ എന്ത് പഠിക്കുമ്പോഴും നമുക്കൊരു ഇനിസിയേഷൻ ഇവർ തരും. ഈ ഇനിസിയേഷൻ തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളല്ല, ആ എനർജിയിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ദർ ഇസ് എ വിയർഡ് ആൻഡ് മിസ്റ്റിക് റിലീജിയസ് ലോ ഗ്രേറ്റ്ലി റിവേഴ്സ്ഡ് ആൻഡ് ആക്റ്റഡ് അപ്പോൺ ഇൻ ദ ഗ്രീക്ക്, half forgotten in the Roman Catholic, and absolutely extinct in the Protestant Church. അത് ഗ്രീക്കാണെങ്കിലും റോമനിലാണെങ്കിലും പ്രൊട്ടസ്റ്റന്റ് ചേർച്ചിലാണെങ്കിലും അതുണ്ട്. ഇനി ഇറ്റ് ഡേറ്റ്സ് ഫ്രം ദ ഏർലിയസ്റ്റ് ഡേയ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹാസ് ഇറ്റ്സ് ബേസിസ് ഇൻ ദ ലോ ജസ്റ്റ് സ്റ്റേറ്റഡ്. ഇത് ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിയിലതുണ്ട്. ഓഫ് വിച്ച് ഇറ്റ് വാസ് എ സിമ്പിൾ ആൻഡ് എൻ എക്സ്പ്രഷൻ. അവിടെ ഒരു സിമ്പിളും എക്സ്പ്രഷനായിട്ടുണ്ടായിരുന്നു. This is the dogma of the absolute sacredness of the relation between the God parents who stand sponsors for a child. അത് കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് കോട്ട് ചെയ്തിരിക്കുന്നത് so holy is the connection thus formed, deemed in the Greek church, that a marriage between godparents of the same child in regard as to worst kind of incest is considered illegal and is dissolved by law, and this absolute prohibition extends even to the children of one of the sponsors as regards those of the others. ഈ ഒരു സെൻറ്റൻസ് കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതിൽ this is the dogma of the absolute sacredness of the relation between the God parents who stand sponsors for this child. അപ്പോൾ ഒരു കുട്ടിയുടെ സ്പോൺസറായിട്ട്, അല്ലെങ്കിൽ പല റിലിജനിലും നമ്മൾ ബാപ്റ്റിസ് ചെയ്യുമ്പം കോൺസെപ്റ്റ് അതാണ്. These tacitly take upon themselves
all the sins of the newly baptized child. ആ കുട്ടിയെ ബാപ്റ്റിസൈസ് ചെയ്യുമ്പം ചെയ്യുന്ന ആൾ ആ സിന്നെല്ലാം എടുക്കുന്നുള്ളതാണ്. ആ ആളല്ല, ആ സെൽഫല്ല, ആ ഒരു എനർജി. And it treated as the initiation a mystery truly. അപ്പം നമുക്കത് നിഗൂഢമായിട്ടോ അല്ലെങ്കിൽ അതിശയമായിട്ടോ നമുക്കത് തോന്നാം. Until the day when the child becomes a responsible unit. ആ ഒരു കുട്ടി ഒരു റെസ്പോൺസിബിൾ യൂണിറ്റ് ആവുന്നത് വരെ, നോയിങ് ഗുഡ് ഓർ ഈവിൾ, ശരിയും തെറ്റും തിരിച്ചറിയുന്നത് വരെ, അതാണ് കോൺസെപ്റ്റ്. Thus it is clear why the teachers are so reticent and why chelas are required to serve a 7 years probation to prove their fitness. അപ്പോൾ ഇതിലെല്ലാം ഒരു പ്രൊബേഷൻ അവർ പറയുന്നുണ്ട്, ഒരു 7 years പ്രൊബേഷൻ പറയുന്നുണ്ട്. ആൻഡ് ഡെവലപ്പ് ദ ക്വാളിറ്റീസ്. എന്തിനാണത്? ആ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ നെസസറി ടു ദ സെക്യൂരിറ്റി ഓഫ് ബോത്ത് മാസ്റ്റർ ആൻഡ് പീപ്പിൾ. മാസ്റ്റേഴ്സിൻ്റെയും പീപ്പിളിൻ്റെയും ബെനിഫിറ്റിന് വേണ്ടി ചേലാസ് ആക്ട് ചെയ്യുകയാണ്. സോ അതിൽ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രിൻസിപ്പിളിൽ ആരാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അവർ സിൻസ് എടുക്കുകയും ആ പീപ്പിൾ എക്വിപ്ഡ് ആവുന്നത് വരെയും അങ്ങനെ, അതിനുശേഷം പിന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആവും. ഒക്കൾട്ടിസം ഇസ് നോട്ട് മാജിക്. ഒക്കൾട്ടിസം ഇസ് നോട്ട് മാജിക്. മാജിക് അല്ല. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ടു ലേൺ ദ ട്രിക്ക് ഓഫ് സ്പെൽസ് and the methods of using the subtler but still material. അപ്പോൾ ഇതിൽ ചില ട്രിക്സ് അല്ലെങ്കിൽ ചില സ്പെൽസ്, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്, ആര് വിചാരിച്ചാലും സാധിക്കും. ഫോഴ്സസ് ഓഫ് ഫിസിക്കൽ നേച്ചർ, ദ പവേഴ്സ് ഓഫ് ദ അനിമൽ സോൾ. നമ്മുടെ എവല്യൂഷൻ പ്രോസസ്സിനകത്തൊക്കെ തിയോസഫിയിൽ നമ്മൾ പറയുമ്പം ഫ്രം മിനറൽ ടു പ്ലാൻ ടു അനിമൽ ടു ഹ്യൂമൻ ബീങ് ഒക്കെ പറയുമ്പം 7 ലെവൽസിൽ നമ്മുടെ മൈൻഡ്, ആത്മബുദ്ധി, മനസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പം അനിമൽ ലോവർ മൈൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ദ പവേഴ്സ് ഓഫ് ദ അനിമൽ സോൾ ഇൻ മാൻ ആർ സൂൺ അവേക്കൻഡ്. ദ ഫോഴ്സസ് വിച്ച് ഈസ് ലവ്, ഹിസ് ഹേറ്റ്, ഹിസ് പാഷൻ can call into operation are readily developed. But this is black magic. ഇവിടെ ക്ലിയറായിട്ടും എന്താണ് ഈ ബ്ലാക്ക് മാജിക്, അല്ലെങ്കിൽ എന്താണ് ഈ കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ ഈ ആൾക്കാർ പറയുന്നത് എന്താണ്? സോസറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത് അവരവരുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ കാമം, ക്രോധം, മോഹൻലോകം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് മാജിക്കാണ്. ഈ പലപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പം ആൾക്കാർക്ക് അത്ര വശം കിട്ടത്തില്ല. അപ്പോൾ അവർ എന്താണ് ഇതിനകത്ത് ബ്ലാക്ക് മാജിക്, എന്താണ് വൈറ്റ്, എന്താണ് ബ്ലാക്ക്, അത് മനസ്സിലാക്കി തന്നെ പോയില്ലെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിലോ ഒരു മോസ്കിലോ ഒരു സിനഗോഗിലോ പോയിട്ട് നമ്മളൊരു അർച്ചന ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു അവിടുത്തെ രീതിക്കനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഹിന്ദു ഇതനുസരിച്ച് അല്ലെങ്കിൽ ഏത് റിലിജൻ ബലി കൊടുക്കുക അല്ലെങ്കിൽ അർച്ചന കൊടുക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ചെയ്യാമോ, ചെയ്യാൻ പാടില്ലയോ? ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇതനുസരിച്ച് വേദത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഇത് പല കാര്യങ്ങളും തിയോസഫിയിൽ തന്നെ നമ്മൾ ചില ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്, പൂജയുണ്ട്. തിയോസഫിയിൽ ബ്രഹ്മസേവ പൂജ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് ചെയ്യാമോ, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ശ്രീചക്ര എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാമോ? തിയോസഫിയിൽ ഓഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതൊരു കാര്യം, ഇപ്പോൾ ഒരു കത്തി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ കത്തി ഉപയോഗിക്കാം. പക്ഷെ കത്തി എന്താവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് ഏതൊരാൾക്കും, ഒരു കൊച്ചുകുട്ടിക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷേ തിരിച്ചറിവുള്ള ഒരാൾക്ക് പറയാൻ പറ്റും. ആ ഒരു കമ്പാരിസനാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സയൻസ്, ഈ ഒരു ഒക്കൾട്ടിസം യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം, ആര് യൂസ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായും പറയുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഒരു കത്തി ആൾക്കാരെ കൊല്ലാനും ഉപദ്രവിക്കാനും ഉപയോഗിക്കുന്നത് പോലെയാണ്. നല്ലതും ചീത്തയും ഇത് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോഴാണ് ഇത് ബ്ലാക്ക് മാജിക് ആവുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു പോയില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് റിലീജിയസ് സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു 10 രൂപ കൊടുത്തിട്ടൊരു അർച്ചന ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്യുകയാണ്. ഇത് ചെയ്യാമോ ഇല്ലയോ? ഇത് ചെയ്യാമോ ഇല്ലയോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇത് വൈറ്റാണോ ബ്ലാക്കാണോ? നമ്മൾ ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് എന്താ? 2 കാര്യങ്ങളാണ് പറയുന്നത്. കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി. ഒന്ന് അറിവ്, മറ്റേത് ഒന്നുകിൽ പര ഒന്നുകിൽ അപര. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതെല്ലാം പേഴ്സണാലിറ്റിയാണ്. അതിനു വേണ്ടി എന്ത് ചെയ്താലും, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്താൽ അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ സ്ക്രിപ്റ്റേഴ്സ് എടുത്ത് നോക്കേണ്ടതാണ്. ഇത് ഓരോരുത്തരും അവരവർ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. അല്ലാതെ ഞാൻ പറയുകയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയല്ല. അതൊരിക്കലും ചെയ്യരുത്. ഇവിടെ പ്രത്യേകിച്ച് തിയോസഫിയിൽ ഒരു അതോറിറ്റി ഇല്ല. തിയോസഫിയിൽ നല്ല ഒരു സ്ഥലത്തും ഒരു അതോറിറ്റി ഇല്ല. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അർജുന, നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ നീ ദേവീ ദേവതകളെ പ്രാർത്ഥിച്ചോളൂ, പക്ഷേ നിനക്ക് എന്നിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒക്കൾട്ടിസത്തിനകത്തും ഏതൊരു കാര്യത്തിനകത്തും ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചില റൂളുകളാണ്. ഇത് വയലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഫോർ ഇറ്റ് ഈസ് ദ മോട്ടീവ് ആൻഡ് ദ മോട്ടീവ് അലോൺ. നമ്മൾ എന്ത് കാര്യത്തിനാണ് ഒരു കാര്യം ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ്. മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മോട്ടീവ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും, ഇപ്പം ഒരാളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണ്. ആ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കൂട്ടത്തിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുക. ഒരാളിപ്പോൾ മുകളിൽ നിന്ന് താഴെ വീഴുന്നൊരവസ്ഥയിലാണ്, പക്ഷെ നമ്മൾ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ അയാൾ താഴെ വീണാൽ അവിടെ ഒരിക്കലും നമുക്ക് ആ മോട്ടീവില്ല. എന്ന് പറയുന്നത് നമുക്ക് എന്താവശ്യത്തിനാണ് ഈ ഒക്കൾട്ടിസം യൂസ് ചെയ്യുന്നത്? അത് ആദ്യത്തെ 2 പേജിൽ ആദ്യത്തെ ടോക്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇത് പറയുന്നുണ്ട്. സ്വന്തം കാര്യത്തിന് എടുത്തുപയോഗിക്കരുത്. അത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇതെന്നല്ല, ഒക്കൾട്ടിസം എന്നല്ല, എന്ത് കാര്യം ചെയ്താലും അത് നിഷ്കാമം എന്ന് പറഞ്ഞാൽ സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേതെന്ന് മാറിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഫോർ ഇറ്റ് ഈസ് ദ മോട്ടീവ് ആൻഡ് ദ മോട്ടീവ് അലോൺ. അപ്പം മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആൾക്കാർ ചാരിറ്റി ചെയ്യുന്നു, സർവീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താണ് മോട്ടീവ്? ഇവരാലോചിക്കാറുണ്ടോ? ഇവരാരെ സഹായിക്കുന്നു? ഒരാൾക്ക് ഭക്ഷണമില്ല, അല്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കാര്യത്തിലും സ്പിരിച്വാലിറ്റിയിൽ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. വിച്ച് മേക്സ് എനി എക്സസൈസ് ഓഫ് പവർ ബിക്കംസ് ബ്ലാക്ക്. സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മോട്ടീവ് ആൻഡ് ദ മോട്ടീവ് അലോൺ വിച്ച് മേക്സ് എനി എക്സസൈസ് ഓഫ് പവർ ബിക്കംസ് ബ്ലാക്ക്. അപ്പോൾ ഈ പവർ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം മെഡിറ്റേഷൻ ചെയ്താലും പവർ ഉണ്ടാവും, മന്ത്രം പറഞ്ഞാലും പവർ ഉണ്ടാവും, തന്ത്രം യൂസ് ചെയ്താലും പവർ ഉണ്ടാവും. പക്ഷെ ബിക്കംസ് ബ്ലാക്ക്, മാലിഗ്നൻ്റ് ഓർ വൈറ്റ്, ബെനിഫിഷ്യൻ്റ് മാജിക്. ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? ഇത് നമ്മൾ ഓരോരുത്തർ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ പേരും പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കോപ്രായങ്ങൾ പലതും ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? ഈ അടുത്തിടയ്ക്ക് ഒരു തിയോസഫിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത്? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. വളരെ സിമ്പിളല്ലേ. നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും എപ്പോഴാണ് ബ്ലാക്ക് ആവുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി ചെയ്യുമ്പോൾ. കാമം, ക്രോധം, മോഹം, ലോകം ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെയാണ്. അതേസമയം നിഷ്കാമം, അതാണ് സെൽഫ്ലെസ് എന്ന് പറയുന്നത്. ആ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സെൽഫ്, ആ മാക്രോ എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എംപ്ലോയ് സ്പിരിച്വൽ ഫോഴ്സസ്. ഇവിടെ ഒരു സ്പിരിച്വൽ ലോ ഉണ്ടെന്നും ഒരു അൺസീൻ വേൾഡ് ഉണ്ടെന്നും ഇത് എല്ലാവർക്കും അറിയാം. ഓട്ടോബയോഗ്രഫി യോഗി വായിച്ചിട്ടുള്ളവർക്ക് എല്ലാം അറിയാം. ലെഡ് ബീറ്ററിൻ്റെ ബുക്ക് വായിച്ചിട്ടുള്ളവർക്കറിയാം.
ഓൾക്കോട്ടിൻ്റെ ഹീലിംഗ് വായിച്ചിട്ടുള്ളവർക്കറിയാം. തിയോസഫിയിൽ 68 പേര് മാസ്റ്റേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. തിയോസഫിയിൽ മാസ്റ്റേഴ്സിൻ്റെ ലെറ്റേഴ്സ് ഡ്രോപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാം ഈ ഒരു ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇതൊക്കെ സംഭവിക്കുമോ? ഇതെല്ലാം അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയുന്ന കണക്ക് ഒരാൾ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടിട്ടുള്ളവരത് വിശ്വസിക്കും, അല്ലാത്തവരത് വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കണ്ട. പ്രേതമുണ്ടോ ഇല്ലയോ, മരിച്ച ഒരാളെ കാണാൻ പറ്റുമോ ഇല്ലയോ, കാണാൻ പറ്റുമെന്ന് ഒരാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ട. ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാതെ, നമ്മുടെ പരീക്ഷണശാലയിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാതെ ആര് പറയുന്നതും വിശ്വസിക്കരുത്, ആര് പറയുന്നതും ഫോളോ ചെയ്യരുത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എംപ്ലോയ് സ്പിരിച്വൽ ഫോഴ്സസ് if there is the slightest tinge of selfishness. ഒരു ചെറിയ അംശമെങ്കിലും നമുക്കതിനകത്തൊരു സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ റിമൈനിങ് ഇൻ ദ ഓപ്പറേറ്റർ സ്പിരിച്വൽ ഫോഴ്സസ് ഒരിക്കലും എംപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും അത് എംപ്ലോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് നേരത്തെ പറഞ്ഞ കൂടോത്രം, മന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് കണ്ടോണം. ഇത് ഒരു തിയോസഫിസ്റ്റ് ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. ഒരു തിയോസഫിസ്റ്റ് ഒരിക്കലും പേഴ്സണൽ ലൈഫിൽ ഇത് ചെയ്യാനും പാടില്ല. നമ്മളൊരു ഓർഗനൈസേഷൻ്റെ പാർട്ടാവുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം. നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ നിയമം പാലിക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാലിക്കണം. ഇല്ല ഞാനത് പാലിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തുടരാൻ നമുക്ക് സാധ്യമല്ല. ഒന്നിനും നമ്മൾ പിടിച്ച് ജയിലിലിടും. വേണമെങ്കിൽ ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് താമസിക്കാം. അപ്പം ഇത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഏത് റിലീജിയൻ ആയിക്കോട്ടെ അതിനകത്ത് എല്ലാം ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്പിരിച്വൽ ആണോ അല്ലയോ, നമ്മുടെ സ്പിരിച്വൽ പാത്തിൽ എൻട്രി ചെയ്ത ഒരാളാണ്, ഒരു തിയോസഫിസ്റ്റ് ആണോ ആണെങ്കിൽ നമ്മളിത് പഠിക്കുക മാത്രമല്ല ബാക്കിയുള്ളവർക്കിത് പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു നമ്മുടെ കുട്ടികളോ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, പലരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ശരിയാണ്, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പക്ഷേ തിയോസഫിയിൽ വരുമ്പം തിയോസഫിയുടെ 3 ഒബ്ജക്റ്റ് എല്ലാ ലോഡ്ജുകളിലും എല്ലാ ബ്രാഞ്ചിലും വെച്ചിട്ടുണ്ട്. അതിലെ 3ാമത്തെ ഒബ്ജക്റ്റ് ടു അൺലീഷ് ദ ഹിഡൻ പവേഴ്സാണ്. നമ്മൾ ഈ പാതയിൽ പോകുമ്പോൾ അദ്വൈത മാസ്റ്റർ ജിത്തു കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, വെൻ യു എൻ്റർ ഇൻ ടു ദ പാത്ത് സിദ്ധീസ് വിൽ കം ടു യു, നെവർ യൂസ് ഇറ്റ്. ഈ സിദ്ധികൾ നിങ്ങൾക്ക് വരും, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം വളരെ കോഷനോടുകൂടി എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷേ തിയോസഫിയിൽ വരുന്നത് 90% ആൾക്കാരും അല്ലെങ്കിൽ 99% ആൾക്കാരും എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവരിത് പഠിക്കാൻ വരുന്നവരാണ്. കാര്യം ഇത് പലർക്കും കിട്ടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ നമുക്കും ഈ വഴിക്ക് പോകാമെന്ന് വരുന്നവരാണ്. ചിലർ പുസ്തകം എഴുതാൻ വരുന്നവരാണ്, ചിലർ ഹീലേഴ്സാണ്, അവരുടേതായ പവേഴ്സ് കൂട്ടാനാണ്. അല്ലാതെ അവരിവിടെ വന്നൊരു തിയോസഫിസ്റ്റ് ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് പറയുമ്പം നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അതുകൊണ്ട് നമ്മളിതിനകത്ത് ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ബേസിക്കലി ഇതെല്ലാം സീക്രട്ട് സ്കൂളാണ്. ഇലുമിനേറ്റി സീക്രട്ട് സ്കൂളാണ്, ഫ്രീമേസൺ സീക്രട്ട് സ്കൂളാണ്, തിയോസഫി സീക്രട്ട് സ്കൂളാണ്, ഒക്കൾട്ടിസം എവിടെ പഠിപ്പിക്കുന്നത് സീക്രട്ട് സ്കൂളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് ഒബ്ജക്റ്റ് എന്താ? സർവീസാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ നല്ലതാണ്, ഒരു റിലിജൻ നല്ലതാണ്, ചീത്തയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരെ എതിർക്കുകയൊന്നും വേണ്ട. അവർ ഈ സയൻസ് മനസ്സിലാക്കിയിട്ടില്ല. ഇനി നമ്മൾ ഓരോരുത്തരെ എടുത്ത് നോക്കി, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പടം അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ പടം, ബാബാജിയുടെ പടം, സത്യസായിബാബയുടെ പടം,
ശ്രുതി സായിയുടെ പടം, അങ്ങനെ തുടങ്ങി ശാരദാദേവിയുടെ പടം, വിവേകാനന്ദൻ്റെ പടം. ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അത് ഏതൊരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകുന്നവരുടെ വീട്ടിൽ നമ്മൾ ചെന്നാലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ദൈവങ്ങൾക്കപ്പുറം ചിലരുടെ പടം വെച്ചിട്ടുണ്ട്. ബാബാജിയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ കാണുന്നത്. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇതിവിടെ വെച്ചേക്കുന്നത്, എന്താ കാര്യം? അപ്പോൾ അവർ ചില എക്സ്പീരിയൻസുകൾ പറയും. നമ്മൾ ഓരോരുത്തരും അനലൈസ് ചെയ്യണം, എന്തിനാണ് ആക്ച്വലി നമ്മൾ ഈ ഫോട്ടോ വെച്ചേക്കുന്നത്? ഇവർ സിദ്ധികൾ പെർഫോം ചെയ്തുകൊണ്ടല്ലേ? എന്തുകൊണ്ട് സത്യസായിയുടെ പുറകിൽ ആൾക്കാർ പോകുന്നു? നമ്മുടെ കാര്യസാധ്യത്തിനല്ലേ? അല്ലെങ്കിൽ സത്യസായോ ശ്രുതിസായോ നമുക്ക് എന്തോ ചെയ്തു തന്നു, അല്ലെങ്കിൽ ഇനിയും നമുക്ക് ചെയ്തു തരും എന്നുള്ളൊരു തോന്നലല്ലേ നമ്മളിവരുടെ പുറകിൽ പോകുന്നത്? ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ഈ ഒരു ബുക്ക് വെച്ച്, ഈ ബുക്കല്ല, ഭഗവത്ഗീതയല്ല, ഏത് ബുക്ക് എടുത്താലും ബൈബിൾ എന്താ പറയുക, ഞാനല്ല എന്ന് പറയുമ്പോൾ ഇല്ല, ജീസസ് ക്രൈസ്റ്റ് ആണല്ല എന്ന് നമ്മൾ പറഞ്ഞാലോ? അപ്പം ഈ സിദ്ധികളെല്ലാം രമണ മഹർഷി, സാക്ഷാൽ രമണ മഹർഷിയെക്കുറിച്ച് രമണ മഹർഷിയുടെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, സിദ്ധികൾ ചെയ്തിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ രണ്ടുപേരും വന്നിട്ട് ഭസ്മം രമണ മഹർഷി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം രമണ മഹർഷി കൊടുത്തില്ല. ആൾക്കാർക്ക് നിങ്ങൾ എന്താ രമണ മഹർഷി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് പുള്ളിക്ക് ലെപ്രസി വന്ന് ആ അസുഖം മാറി രമണ മഹർഷി ഭസ്മം കൊടുത്തപ്പോൾ. അപ്പോൾ ഇത് എന്താണ് പറയുന്നത്? രമണ മഹർഷി ചെയ്തിട്ടുണ്ട്, ചിത്തു കൃഷ്ണമൂർത്തി ചെയ്തിട്ടുണ്ട്. ഈ സിദ്ധികൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചെയ്തു. ജീസസ് ക്രൈസ്റ്റ് പറയുന്നത് എന്താ? ഞാനല്ല ചെയ്തത്. ഇതൊക്കെ പറയുമ്പോഴും ഓതൻറ്റിക് പവറാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതുണ്ടാവും, സംശയമേ വേണ്ട കാര്യത്തിൽ. ഇതാര്, ഞാനിത് പറയാൻ കാരണം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പഠിക്കുന്ന ഏതൊരാൾക്കും അയാൾക്ക് ഒരു വിവരവും ബോധമൊന്നും വേണ്ട. ആ സ്കില്ല് പഠിക്കുന്ന ആൾക്ക് അയാൾക്ക് പാസ്റ്റ് ലൈഫ് കാണാം, മറ്റുള്ളവരെയും പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോകാം. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ബുക്കുണ്ട്, ഹൗ യു ക്യാൻ റിമെമ്പർ യുവർ പാസ്റ്റ് ലൈഫ്. ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയും നമ്മൾ അതിലൂടെ പോവുകയും ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മളെല്ലാം ഇത് എൻ്റർടൈൻ ചെയ്യുന്നില്ലേ? സിദ്ധികൾ ചെയ്യുന്നവരെ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ? ചെയ്യാൻ പാടുണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും അനലൈസ് ചെയ്യണം. ഇവരെന്താവശ്യത്തിന് ചെയ്തു? ആൾക്കോട്ട് എന്താവശ്യത്തിനാണ് ഹീലിംഗ് ചെയ്തത്? അല്ലെങ്കിൽ ഒക്കൾട്ട് പവർ എന്തിനു യൂസ് ചെയ്തു? ലെഡ് ബീറ്റർ എന്തിനു യൂസ് ചെയ്തു? ആനിമൽസിൻ്റെ എന്തിനു യൂസ് ചെയ്തു? തിയോസഫിക്കൽ ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള, വളരെ അതീവമായ, അതിൻ്റെ ഗുപ്തവിദ്യ എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇത് നിഗൂഢമാണ്, ഇതെല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ബേസിക്കായിട്ടുള്ളവർ അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ വായിച്ച് ചിത്തു കൃഷ്ണമൂർത്തി പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോവുക. അഡ്വാൻസ് ചെയ്ത് പോകുമ്പം വോയിസ് ഓഫ് സൈലൻസിലൊക്കെ കയറുമ്പം വേറൊരു ലെവലിൽ പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ 1ാം ക്ലാസ് തൊട്ട് PhD എടുക്കുന്നത് വരെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്നവർക്കല്ല ഒരു കോളേജിൽ പഠിക്കുന്നത്, ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കല്ല PGക്ക് പഠിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വരുന്നത്, ഒരു സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ഒരാൾ മനസ്സിലാക്കേണ്ടത്, നിസ്സാര ഒരു സ്കില്ല് പോലും, നമ്മൾ ഓണത്തിനൊക്കെ പട്ടം വിടും, കൈറ്റ് എന്ന് പറയുന്ന സാധനം, പട്ടം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. സാധാ ന്യൂസ് പേപ്പറിൽ ഈർക്കൽ ചെയ്യാൻ പറ്റും. ഇത് ചെയ്തിട്ടുള്ളവർക്കറിയാം, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ആർക്കാണ് ഇത്? കടയിൽ വാങ്ങിക്കാൻ കിട്ടും, കടയിൽ വിൽക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പം, അന്നത്തെ കാലത്ത് പൈസ ഇല്ല, ദാരിദ്ര്യമുള്ള കാലത്ത് ഞാൻ പറയാം, 70-80 കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ഇത് നോക്കിയിട്ട് ആ പട്ടം അവർ ചെയ്യും. ഞാനിത് എൻ്റെ കൊച്ചിലെ കണ്ടിട്ടുണ്ട്. ഇനി ചെയ്യുക മാത്രമല്ല, ഈ പട്ടം പറത്തുക എന്ന് പറഞ്ഞാൽ കാണാൻ വളരെ സിമ്പിളാണ്. ഒരു കയറും പട്ടം എടുത്ത് നമ്മളോട് പറ്റത്തില്ല. ദിവസങ്ങളോളം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് പറ്റുന്നത്. അത് നടക്കുമ്പോഴും നമ്മൾ നടക്കാൻ പഠിച്ചതും നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതും എല്ലാം നമ്മളെ എഫേർട്ടിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിലൂടെയാണ്. അപ്പോൾ ഏതൊരു കാര്യവും അതിൻ്റെ റൂള് നമ്മൾ വയലേറ്റ് ചെയ്താൽ,
അതിൻ്റെ ഇപ്പോൾ ഇടത്തോടെ വണ്ടി ഓടിക്കണം, നമ്മൾ വലത്തോടെ വണ്ടി ഓടിച്ചാൽ എന്താ ഒരു അപകടം പറ്റും. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അത് സയൻസാണ്. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല ഗുരുത്വാകർഷണം. അത് ആപ്പിൾ വീണു, അതൊക്കെ ചുമ്മാ കള്ളമാണ്. ഒരു 10ാമത്തെ നിലയിൽ നിങ്ങളുടെ അടുത്ത് വേണ്ട, 1ാമത്തെ നിലയിൽ നിന്നെടുത്ത് ചാടി നോക്കി. അപ്പോൾ ഒരു സ്പിരിച്വൽ ലോ ഉണ്ടെന്നും ആ സ്പിരിച്വൽ ലോ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പം ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. അതങ്ങനെയല്ലേ? നമ്മൾ സർക്കാർ സ്കൂളിലും കോളേജിലൊക്കെ പോയി നോക്കി, അധ്യാപകർ പഠിപ്പിക്കത്തില്ല. ഈ കുട്ടികളോ അവരും പഠിക്കാനല്ല വരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാവും. അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നുണ്ട്? ഇവിടെ ഒരു ലോ ഓഫ് കർമ്മയുണ്ട്. ഇവിടെ പ്രകൃതി അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല എന്ന് പറയുമ്പോഴും, നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കത്തി നിങ്ങൾക്ക് പല ആവശ്യത്തിനും യൂസ് ചെയ്യാം. വേണ്ട, ഒരു ഗണ്ണ്, തോക്ക് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് യൂസ് ചെയ്യാം. അതേ സാധനം തന്നെ ഒരാളെ പേടിപ്പിക്കാൻ ഉപയോഗിക്കാം. അപ്പം ഇതൊരു ഓതൻറ്റിക് പവറാണ്. ഒക്കൾട്ടിസം എന്ന് പറയുന്നൊരു ഓതൻറ്റിക് പവറാണ്. അതിനെ സിദ്ധി എന്നിട്ട് വിളിക്കാം, എന്തിട്ട് വിളിച്ചാലും. ഇവിടെ ഈ കേരളത്തിൽ കുട്ടിച്ചേർത്താൻ സേവ തൊട്ട് ഈ എല്ലാ പരിപാടികളും കേരളത്തിലുണ്ട്. കള്ള് നിവേദിക്കുന്നില്ലേ? ബലിയുണ്ട്, കോഴിയെ ബലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. രഹസ്യമായിട്ട് ചെയ്യുന്നില്ല. തമിഴ്നാട്ടിൽ ഓപ്പണായിട്ട് ചെയ്യുന്നുണ്ട്, ബംഗാളിൽ ചെന്ന് വളരെ ഓപ്പണായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ? വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പുറയിലാണോ? ഇനി ഇതെടുത്ത് വെച്ച് ഉപയോഗിക്കാനാണ്, ഇതിൻ്റെ ലോ വയലേറ്റ് ചെയ്താൽ അടി കിട്ടും, 8ൻ്റെ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ചുറ്റിയിലെടുത്ത് തലക്കടി കിട്ടുമെന്ന് പറയുന്നതാണ്. ഈ വഴിക്ക് വരരുത്. വരുന്നവരിത് പാലിക്കാൻ താല്പര്യമുള്ളവരെ വരാം. For unless the intention is entirely unalloyed, the spiritual will transform itself into the psychic. ഈ സൈക്കിക് എന്നൊക്കെ ഉള്ളത് സ്ഥിരം അയാൾ സൈക്കിക് ആണെന്ന് പറയുന്നത് വെച്ചാൽ നോർമൽ ഒരാൾ ചെയ്യുന്നതും ഒക്കെ അപ്പുറത്തുള്ള സൈക്കിക് ആക്ട് ഓൺ ദ ആസ്ട്രൽ ബ്രെയിൻ. ഫിസിക്കൽ ആസ്ട്രലൊക്കെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. 7 പ്ലേസ് ഉണ്ട്. അത് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. ഓൺ ദ ആസ്ട്രൽ ബ്രെയിൻ ആൻഡ് ഡയർ റിസൾട്ട്സ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ്. ഡേഞ്ചറസ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവാം. ദ പവേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് അനിമൽ നേച്ചർ. നമ്മുടെ ഈ ദൈവഗണം അസുരഗണം എന്ന് പറയും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ ദൈവഗണമാണോ അസുരഗണമാണോ, നമ്മൾ ഹ്യൂമൺ ആണോ അനിമലാണോ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെപ്പോലെ പെരുമാറുക, മൃഗങ്ങളെപ്പോലെ സംസാരിക്കുക എന്ന് നമ്മൾ സ്ഥിരം പറയത്തില്ല. അതാണ് അനിമൽ നേച്ചർ. അതാ 7 പ്ലേസിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്നുള്ളത് പറയുന്നുണ്ട്. അതതിൽ ഒന്ന് പോയി അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ആസ്ട്രൽ പ്ലെയിൻ എൻറ്റയർ മേപ്പൊടി. ദ പവേഴ്സ് ആൻഡ് ഫോഴ്സസ് ഓഫ് അനിമൽ നേച്ചർ can equally be used by the selfish and revengeful. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. എന്താണ് ഈ സ്വാർത്ഥ താല്പര്യം? കാമം, ക്രോധം, ലോഭം, മോഹം, ഈ മതമാത്സര്യം, ഇതിനു വേണ്ടി ചെയ്യുന്നതെല്ലാം സെൽഫിഷാണ്. നമ്മുടേതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ഉദ്ദേശവും നല്ലതായിരിക്കണം. ബൈ ദ സെൽഫിഷ് ആൻഡ് റിവെഞ്ച്ഫുൾ. പ്രതികാരം തീർക്കാനാണ് പലരും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊമോഷൻ കിട്ടണം, ഞാൻ ചെന്നൊരു വഴിപാട് ചെയ്യുന്നു. അതിനർത്ഥം എന്താ? വേറൊരാൾക്ക് പ്രൊമോഷൻ കിട്ടണ്ടെന്നാണോ? അല്ലെ എനിക്ക് മാത്രം കിട്ടണം? ഇതെല്ലാം നമ്മൾ പേഴ്സണലി ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അല്ലാതെ ഒരാൾ പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ എടുത്ത് വിഴുങ്ങാനുള്ളതല്ല. ആസ് ബൈ ദ അൺസെൽഫിഷ് ആൻഡ് ഓൾ ഫോർഗീവിങ്. അൺസെൽഫിഷ്, ഓൾ ഫോർഗീവിങ്. എന്താണ് ബൈബിളിൽ പറയുന്നത്? ശത്രുവിനെ സ്നേഹിക്കുക. ഒരു ചുവടെത്തടിച്ചാൽ മറു ചുവട് കാണിച്ചു കൊടുക്കുക. ഇതൊന്നും തിയറി അല്ല. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതെങ്ങനെ? സ്വയം സ്നേഹിക്കാത്തവന് അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇനി ദി ഓൾ ഫോർഗീവിങ്. the powers and forces of spirit lend themselves only to the perfectly pure in heart. Perfectly pure in heart. And this is divine magic. ഇതാണ് ഡിവൈൻ മാജിക്. ഇതാണ് ഒക്കൾട്ടിസം. ഇവിടെ പ്യുവർ ഇൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഓരോരുത്തരെ അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സ വാച കർമ്മണ. നമ്മൾ ഈ പാതയിലാണോ? ഈ പാതയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്താണ് അൺകണ്ടീഷണൽ ലവ്? അൺകണ്ടീഷണൽ ലവ്.
എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നോവിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് വയലൻസാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പം അമേരിക്കയിൽ ടെക്സസിൽ 45 മിനിറ്റ് കൊണ്ട് വെള്ളം പൊങ്ങുകയും കേരളത്തിൽ ഉണ്ടായ റീസെൻ്റായിട്ടുണ്ടായ ഒരു പ്രദേശം മൊത്തം പോയി. ഈ ഒരു സംഭവം നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്? മനസ്സുകൊണ്ട് നമ്മളിതിനെ എങ്ങനെയാണ് കാണേണ്ടത്? നമ്മൾ കാണേണ്ടത് അത് എവല്യൂഷൻ പ്രോസസ്സിലനുസരിച്ച് ശരിക്കും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ അർജുന, നീ ആരെയും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കളെ കൊല്ലണമെന്ന് ഡിലമ വരുമ്പോൾ പറയുന്നതാണ്. ഞാൻ എന്നോ മരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഇല്യൂഷനാണ് എന്നീ പ്രോസസ്സിലാണ് ആ ടെക്സാസിലെ പ്രളയം കാണേണ്ടത്. ഇനി ഞാൻ നമ്മുടെ നാട്ടിലൊരു ഇൻസിഡൻറ്റ് പറയുന്നില്ല. പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ പട്ടി ഒരു 58 വരെ കടിച്ചു. ഇതൊക്കെ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ കേൾക്കുന്ന TV തുറന്നാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. സ്വന്തം കുട്ടിയെ എന്താണ് പറയുന്നത്, കുഴിച്ചിട്ടു, അസ്ഥി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി നിർത്തിയല്ല സംസാരിക്കേണ്ടത്. ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടു? നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഡിവൈൻ ഓൾ ഇസ് വെൽ ആൻഡ് ഓൾ ഇസ് പെർഫെക്റ്റ് എന്ന് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ഒക്കൾട്ടിൽ കടക്കരുത്. പോയി വിക്രമാദിത്യന് വേതാളത്തിൻ്റെ കാര്യം പറയുന്നത്, പോയി പഴയ 1ാം ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിൽ വരാവും. അല്ലെങ്കിൽ അടി ഉറപ്പാണ്, 8ൻ്റെ പണി ഉറപ്പാണ്. അപ്പം മനസ്സുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്ക് പറ്റിയ പണിയാണോ? അല്ല. വാക്കുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? എന്തൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്, അതങ്ങനെയാണ്, അതുകൊണ്ടാണ് ബിൽഡിംഗ് വീണത്. അവിടെ അമേരിക്കയിൽ വെതർ ഫോർകാസ്റ്റ് തെറ്റാണ്, അല്ലെങ്കിൽ കേരളത്തിലെ പ്രളയത്തിൻ്റെ എന്തായി? വാക്കുകൊണ്ടും നമ്മൾ പ്യുവറല്ല, നമ്മൾ ഈ പണിക്ക് പറ്റിയവരല്ല. പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആലോചിച്ച് നോക്കി. നമ്മുടെ സ്വന്തം കാര്യത്തിനല്ലാതെ, സ്വന്തം കാര്യം ചിന്താപാതല്ലാതെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും. അല്ലാതെ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ ഞാൻ ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അതാണോ ശുദ്ധമായ പ്രവൃത്തി? അല്ലെങ്കിൽ നിങ്ങൾ 100 കാര്യം ചെയ്തിട്ട് 95 എണ്ണവും ഇംപ്യൂറും ഒരു 5 കാര്യം പ്യൂർ ചെയ്താൽ മതിയാ? ഇത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എക്വിപ്ഡ് അല്ലെങ്കിൽ അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ എടുത്ത് അതിൽ പറയുന്ന, അല്ലെങ്കിൽ തിയോസഫിയിൽ പറയുന്ന 13 ഗോൾഡൻ സ്റ്റേഴ്സ് അതെടുത്ത് ചെയ്തിട്ട് മാത്രമേ ഇതിൽ വരാവൂ. പ്യുവർ ഹാർട്ട് ഇല്ലാത്തവർ വന്നാൽ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതാണ് പറയുന്നത്. All forgetting the powers and forces of spirit lend themselves only to the perfectly pure in heart, and this is divine magic. ഇതാണ് ഡിവൈൻ മാജിക്. 33 minutes ആയി. അപ്പം നമ്മൾ ആദ്യത്തെ ഇതിൽ 2 പേജാണ് പറഞ്ഞത്. രണ്ടാമത്തെ ടോക്കിൽ പേജ് നമ്പർ 5 വരെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.